ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കൊല്ലത്താണ്. കഴിഞ്ഞ വ്ളോഗിൽ കണ്ടല്ലോ, നമ്മൾ കൊല്ലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഗണപതി അമ്പലത്തിൽ പോവുക എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ അജണ്ട കൊട്ടാരക്കരയിൽ. ഇന്നലെ ഇങ്ങനെ ഇരുന്നപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞു നമുക്ക് എന്നാൽ ട്രിവാൻഡ്രം പോവാം, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോവാം. പിന്നെ അമ്മീനെ സൂ കാണിക്കണമെന്ന് എനിക്ക് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ടായി. അപ്പോൾ സൂവിലും പോകാം എന്നുള്ളതാണ്. അപ്പോൾ മാമനും മാമിയും അമ്മമ്മ എല്ലാവരും ഉണ്ട്. നമ്മൾ രാവിലെ എല്ലാവരും ആദ്യമേ ഇവിടുന്ന് വിട്ട് നേരെ ആറ്റുകാൽ അമ്പലത്തിൽ പോയി തൊഴാം, എന്നിട്ടാണ് സൂവിൽ പോകാനായിട്ട് പോകണം. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. ഇതേ ഞാൻ കാണിച്ചു. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. അമ്മി പുതിയ ഷൂസൊക്കെ ഇട്ടല്ലേ അമ്മി? അമ്മി എവിടെ പോവുക? അമ്മി എവിടെ പോണേ? അപ്പോൾ അമ്മയ്ക്ക് ഞാൻ ഒരു ഡ്രസ്സാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അമ്പലത്തിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേക്കും ഡ്രസ്സിന് എന്തെങ്കിലും പറ്റിയാലോ. സോ അപ്പോൾ നമുക്ക് പോവാം. രാവിലെ 6 മണിക്ക് ഇറങ്ങണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മൾ ഇറങ്ങിയപ്പോൾ 7 മണിയായി. എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിയില്ല. എല്ലാവരും രാവിലെ 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു. പിന്നെ എല്ലാവരും കുളിച്ച് റെഡിയായൊക്കെ വന്നപ്പോഴത്തേക്കും 7 മണിയായി. എൻ്റെ ഏറ്റവും വലിയ സമാധാനം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അറിയാതെ എണീറ്റു. പക്ഷേ ഇപ്പോൾ ഉറക്കം വരുന്നുണ്ട്. അപ്പം അമ്പലം എത്തുമ്പോഴത്തേക്കും എണീറ്റ് നമ്മൾ 2 മണിക്കൂർ എടുത്തോട്ടോ. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ആറ്റുകാൽ എത്തി. അപ്പോൾ ഞാൻ കാറിൽ വെച്ച് അമ്മയുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആറ്റുകാൽ അമ്പലത്തിൽ ഇത്ര സമാധാനമായിട്ട് ഞാൻ തൊഴുതിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഭയങ്കര തിരക്കിലാണ് തൊഴുതിട്ടുള്ളത്. ഞാൻ പൊങ്കാല സമയത്തൊക്കെയാണ് വന്ന് തൊഴുതിട്ടുള്ളത്. അപ്പോഴെല്ലാം നല്ല തിരക്കാണ്, നല്ലോണം തൊഴാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം നല്ല ദർശനമായിരുന്നു. അത് 2-3 തവണ ദേവിയുടെ മുമ്പിൽ വന്ന് നിന്ന് സമാധാനത്തിൽ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റി. അപ്പോൾ നമ്മൾ നല്ല ദർശനം കഴിഞ്ഞതിന് ശേഷം പഴയിടം രുചി റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, നമ്മൾ സഞ്ജയ് ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണെന്നല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ചേട്ടൻ സജസ്റ്റ് ചെയ്തതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. നമ്മുടെ പഴയിടം പുള്ളിയുടെ റെസ്റ്റോറൻ്റാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മളിങ്ങനെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാലോ എന്നുകൂടെ നമ്മളിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമുക്ക് പോയി നോക്കാം എന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും വിശന്നിരിക്കുകയാണ്. ഫുഡ് കഴിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയതാണല്ലോ. പിന്നെ നമ്മൾ വെജ് ഫുഡൊക്കെയാണല്ലോ കഴിക്കുന്നത്, നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഡിജിറ്റൽ വാച്ച് അപ്പം എൻ്റെ വാച്ച് വേണം. സ്മാർട്ട് വാച്ച്, കാറിൻ്റെ കീ. ഓ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും കയറ്റില്ല. കയറ്റുമോ? അത് നമ്മുടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു ഗൈസ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാറിട്ട് കയറാൻ പറ്റില്ല. ഇത് നമ്മുടെ പ്ലാനിലില്ലാത്ത കാര്യമായതുകൊണ്ട് നമ്മളാരും സാരി ഒന്നല്ല കൊടുത്തത്. അമ്മാവ് മാത്രമേ ഉള്ളൂ സാരി കൊടുത്തത്. ഹരിയുള്ളൂ മുണ്ട് കൊടുത്തത്. ബാക്കി കണ്ണായിട്ടും മാമനൊക്കെ പാൻസ് ആയിരുന്നു. പണ്ടൊക്കെ വാടകയ്ക്ക് മുണ്ട് കിട്ടും. അപ്പം നമ്മൾ മുണ്ട് എടുത്തിട്ട് ആ റെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ആ മുണ്ട് നമ്മൾ തിരിച്ചവിടെ ഏൽപ്പിച്ചാൽ മതി. പക്ഷേ എനിക്കൊന്ന് കോവിഡിന് ശേഷം തോന്നുന്നു അത് വരെ നിർത്തി. ഇപ്പോൾ നമ്മൾ മുണ്ട് അവിടെ നിന്ന് വാങ്ങണം. എനിക്കൊന്ന് ഒരു മുണ്ടിന് 150 റുപ്പീസ് ആയിരുന്നു. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും മുണ്ട് വാങ്ങി ചുരിദാറിൻ്റെ പുറത്തോടെ മുണ്ട് കൊടുത്തിട്ടാണ് കയറിയത്. നമ്മൾ 2.5 മണിക്കൂർ ക്യൂ നിന്ന് ഗൈസ് ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട്. എനിക്ക് എപ്പോഴേക്കോ തോന്നി നമ്മൾ ക്യൂ നിന്ന് അങ്ങ് എത്തുമ്പോഴത്തേക്ക് അമ്പലം അടച്ചു പോകുന്നു. അങ്ങനെയൊക്കെ എനിക്ക് പേടി തോന്നി. പക്ഷെ എന്തായാലും നല്ലപോലെ തൊഴുതു. കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുമായിരുന്നു. കാരണം കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഡെഡ് ടയർഡായിട്ടോ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നേരെ പോയി കുറേ നാരങ്ങ വെള്ളം വാങ്ങി കുടിക്കുകയാണ് ചെയ്തത്. ഓ, ക്ഷീണിച്ച് ഉപ്പാട് വന്നു. നമ്മളിപ്പോൾ സൂവിലോട്ട് വന്നിരിക്കുകയാണ്. സൂ കാണാനായിട്ട് ഞാൻ ഈ വഴി വന്നിട്ടില്ല, അപ്പുറത്തെ വഴി കൂടെ ഒക്കെ കയറിയിട്ടുണ്ട്. ഇത്രയും ടൈം നമ്മൾ അമ്പലത്തിൽ പോകുമെന്ന് വിചാരിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സൂവിലോട്ട് കയറുന്നത്. പക്ഷേ നമ്മൾ ലഞ്ച് കഴിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും സെറ്റാണ്. അമ്മയുടെ ഡ്രസ്സ് ഞാൻ വീണ്ടും ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ സൂവിലെത്തിയപ്പോൾ അമ്പടവും സഞ്ജയ് ചേട്ടനും കൂടെ നമ്മുടെ കൂടെ കൂടി. എന്നെ എപ്പോഴും ഈ സൂവിൽ കൊണ്ടുവരുന്നത് അച്ഛനായിരുന്നു കേട്ടോ. അച്ഛനും ഞാനും കണ്ണനും അമ്മയും കൂടെ എപ്പോഴും വരുന്നൊരു സ്ഥലമായിരുന്നു സൂ. എനിക്കൊരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. എന്തോരം കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്ഥലമാണല്ലേ ട്രിവാൻഡ്രം.
എങ്ങനെയുണ്ട് അവസ്ഥ കാലിൻ്റെ? എനിക്കൊരു പ്രശ്നമില്ല. അതെ, അമ്മാമ്മ ഒരു വഴിക്കായി. എല്ലാവരും ചായയുടെ. നമ്മൾ രാവിലെ തൊട്ട് നടക്കുമല്ലേ. ഐസ്ക്രീം കഴിച്ചില്ലേ നമ്മളൊരെണ്ണം? ഈ ഫുഡ് കഴിക്കാം. സമയത്ത് 4:40 ഫുഡ് കഴിക്കണം. അമ്മയ്ക്കൊക്കെ സ്നാക്ക് കൊടുത്തിരുത്തിയേക്കാം. നമ്മൾ സംസാമിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. പണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ വരുമ്പോൾ സ്ഥിരം നമ്മളിവിടെ വന്നിട്ടാണ് ബിരിയാണി കഴിക്കാറുള്ളത്. അപ്പോൾ ഫുഡ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. ശരിക്കും ഫുഡ് വന്നു കഴിഞ്ഞപ്പോൾ മറ്റേ ആന കരിമ്പും കാട്ടി കയറുന്നൊരവസ്ഥയില്ല, അതുപോലെ എന്തൊക്കെയോ വലിച്ച് കഴിക്കുമായിരുന്നു. അനു അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അമ്പുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല. ശരിക്കും ഫുഡ് വന്നതുപോലെ ഞാൻ വീഡിയോയിൽ എടുത്തില്ല. ഡെഡ് ടയേർഡ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയൊരു ദിവസമായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ.